കുറേ ദിവസമായിട്ട് ഇങ്ങനെ മുടി കളർ ചെയ്യണം എന്ന് പറഞ്ഞോണ്ടിരിക്കുക. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം പിന്നെ ഞാൻ തന്നെ ഒരു ഓപ്പറേഷൻ നടത്തി കളയാം. നമുക്ക് കണ്ടു നോക്കാം എന്താവും. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. ഇതിനകത്ത് കയ്യുറയൊക്കെ ഉണ്ട്. മെഡിക്കൽ കോളേജുകാരുമായിട്ടുള്ള ഒരു ടൈപ്പിൽ കിട്ടുന്ന കയ്യുറയാണ്. ഇതിനകത്തൊരു ഇതുണ്ട് ഗൈസ്, പിന്നെ വേറൊരു ഇതുണ്ട് ഗൈസ്. പ്രിയപ്പെട്ടവരെ, ഇത് വളരെ നല്ലൊരു ഇതാണ്. ഇതിനു വേണ്ടി എന്റെ എല്ലാ ഇതും ഞാൻ നൽകും. ഇത് കുറച്ച് കൂടുന്നുണ്ട്. ഇങ്ങനെ പേടിക്കലടാ. Do that like take few of hairs. എന്നുവെച്ചാൽ കുറച്ച് ഹെയർ എവിടുന്നേലൊക്കെ എടുക്കുക, എന്തെങ്കിലുമൊക്കെ ചെയ്യുക. പണ്ഡിതനാണെന്ന് തോന്നുന്നു. അർത്ഥം പറഞ്ഞു പ്രാർത്ഥിച്ചതോ അടിക്കണേ. ഹലോ ഗൈസ്, അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന പരിപാടി എന്ന് പറയുന്നത് ചുച്ചുവിൻ്റെ ഈ കാണുന്ന ഹെയറുകളിലൊക്കെ നീലയാക്കുക എന്നുള്ളതാണ് നമ്മുടെ പരിപാടി. നീലയാക്കുക എന്ന് പറഞ്ഞാൽ മൊത്തത്തിലല്ല, അടിയിലൊക്കെ ആയിട്ട്. ചുച്ചു കുറേ ദിവസമായിട്ട് ഇങ്ങനെ മുടി കളർ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കടയിൽ ചെന്നപ്പോഴാണ് അവിടെ ഇങ്ങനെ ഒരു പാക്കറ്റ് ഉണ്ട് മുടി കളർ ചെയ്യുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് നമുക്ക് തന്നെ ഇത് ചെയ്തുകൂടാ. കടയിലൊക്കെ പോയി ചെയ്യുകയാണെങ്കിൽ ഒരു സ്റ്റീനോ ഒരു എന്താ പറയുന്നതിന് ഒരു ലെയർ എടുത്ത് ചെയ്യുന്നതിന് 1500 ആ റേഞ്ചൊക്കെയാണ് കടയിൽ പറയുന്നത്. അപ്പോൾ പിന്നെ ഞാൻ തന്നെ ഒരു ഓപ്പറേഷൻ നടത്തി കളയാം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു തീരുമാനം. നമുക്ക് കണ്ടു നോക്കാം എന്താവും. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. നമ്മളൊരു പാക്ക് വാങ്ങിച്ചിരുന്നു കഴിഞ്ഞ ദിവസം മുടി കളർ ചെയ്യാൻ വേണ്ടി. അപ്പോൾ അതിനകത്ത് ഇതെല്ലാം ഉണ്ട് കേട്ടോ. ഇതാണ് ഇതിൻ്റെ പേരെന്താ, സ്ട്രീക്സ് അൾട്രാണാണോ? ഇതാണ് സാധനം. എന്തെങ്കിലും ആയിക്കോട്ടെ. ഇതിനകത്ത് കയ്യുറയൊക്കെ ഉണ്ട്. മെഡിക്കൽ കോളേജുകാരുമായിട്ടുള്ള ഒരു ടൈപ്പിൽ കിട്ടുന്ന കയ്യുറയാണ്. നല്ല കയ്യുറ. അല്ല, ഇതിനകത്തൊരു ഇതുണ്ട് ഗൈസ്, പിന്നെ വേറൊരു ഇതുണ്ട് ഗൈസ്, പിന്നെ വീണ്ടും വേറൊരു ഇതുണ്ട് ഗൈസ്. ഇതൊക്കെയാണ് ഇതിന്റെ ഇത്. പ്രിയപ്പെട്ടവരെ, ഇത് വളരെ നല്ലൊരു ഇതാണ്. ഇതിനു വേണ്ടി എന്റെ എല്ലാ ഇതും ഞാൻ നൽകും. നിങ്ങളുടെ ഓരോരുത്തരുടെയും ഒരു ഇതുണ്ടെങ്കിൽ ഇത് കുറച്ച് കൂടുന്നുണ്ട്. ഇതിപ്പോ ആദ്യം നമ്മൾ ഡിയും പിയും ഒഴിക്കണം. ഡിയും പിയും എന്ത് ചെയ്യും? ഡിയും പിയും ഒഴിക്കാൻ പറഞ്ഞു. ബ്ലൗണ്ടർ പൗഡർ. ഡിയും പിയും എന്ത്? ഇത് ഡിയും പിയോ? ഇത് ഡിയാ? പി എന്ത്? ഡിയും പിയും ബ്രഷ്. ഇത് നല്ലൊരു സാധനമാണ്, ചെവിയിൽ തോണ്ടാൻ പറ്റും. നിനക്ക് വേണം? ചേട്ടന് ഇതിനെപ്പറ്റി വലിയ ധാരണയില്ലല്ലേ. അപ്പൊ നമുക്ക് ആദ്യം പറഞ്ഞിട്ടുള്ളത് ഇതൊരു പൗഡറാണ്. ഇത് ഡെവലപ്പർ. ഇത് പറഞ്ഞു എന്തൊക്കെ ചെയ്യേണ്ടത്? ഇത് ബ്ലണ്ടർ പൗഡറാണ്. ബ്ലണ്ടർ പൗഡറും ഈ ഡെവലപ്പറും കൂടെ മിക്സ് ചെയ്യാം. എങ്ങനെ മിക്സ് ചെയ്യാം? ഈ ബൗൾ എടുത്ത് ഇങ്ങനെ രണ്ടൊന്നും ഒഴിച്ചിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് കുറച്ച് മുടി ഇങ്ങനെ എടുത്തിട്ട് ഇത്രയൊന്നും എടുക്കണ്ട, കുറച്ചെടുത്താൽ മതി. എത്രയാണോ ആവശ്യമുള്ളൂ, താല്പര്യം പോലെ എനിക്ക് ഇത്ര മതി. ഇങ്ങനെ നാളെ ഇതിനകത്ത് ഇൻസ്ട്രക്ഷൻസ് പറയുന്നത് നമുക്ക് നോക്കാം എന്താവും എന്തോ. എനിക്ക് പേടിയാവും. ഇങ്ങനെ പേടിക്കലടാ. Okay. Okay. And after that we want to do that like take few of hairs. എന്നുവെച്ചാൽ കുറച്ച് ഹെയർ എവിടുന്നേലൊക്കെ എടുക്കുക, എന്തെങ്കിലുമൊക്കെ ചെയ്യുക. പണ്ഡിതനാണെന്ന് തോന്നുന്നു. അർത്ഥം പറഞ്ഞു കേട്ടില്ല. നമുക്ക് ഒരു പരിചയമില്ലാത്തൊരു പരിപാടി കേട്ടോ. എന്താകും എന്നുള്ളത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഇതിപ്പോ ഇങ്ങനെ
ഒന്നുമില്ല, അവിടെ ഇരുന്നു. നീ അവിടെ ഇരി, ഞാൻ റെഡിയാക്കി തരാം. ഊഹാപോഹത്തില്ല ചെയ്യുന്നു. ആണോ? എന്നാ പിന്നെ ശരി. ഇത് താലം പോലെ പിടിക്കും. നീ ഒന്ന് പേടിക്കാതിരിക്കോ? അടിക്കല്ലേ, അനങ്ങരുതേ. ഞാൻ ഇതിൽ ഇന്നൊരു കൂത്തം മീനാറ് പണി. വേർത്ത് പോയി ഗൈസ്. ഇമാതിരി പണിക്ക് ഞാൻ നിന്നിട്ടില്ല. അപ്പൊ നമ്മൾ അങ്ങനെ ചുച്ചുവിന്റെ തലയിൽ മൊത്തമായിട്ട് അടിക്കാൻ പറ്റിയില്ല. എൻ്റെ കഴിവ് മൊത്തമായിട്ട് പ്രകടിപ്പിക്കാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ അത്യാവശ്യം അവിടെ ഇവിടെയൊക്കെ കണ്ടിടത്തൊക്കെ കുറച്ച് തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. കുറച്ചായിട്ട് ഞാൻ കാണിച്ചുതരാം. ഇങ്ങനെ നമ്മൾ ചുറ്റിനും ചെയ്തിട്ടുണ്ട്. കുറച്ച് മുടികൾ എടുത്തെടുത്ത് ചെയ്തതാണ്. കാരണം ഇത് ഫസ്റ്റ് ടൈം ചെയ്യുന്നതുകൊണ്ട് നമുക്കൊരു കോൺഫിഡൻസ് എന്ന് പറയുന്ന ഒരു സാധനം വളരെ ഇല്ല. പിന്നെ ഞാൻ ചെയ്യുന്നതുകൊണ്ട് ചൂച്ചിന് ഒട്ടും തന്നെ കോൺഫിഡൻസ് ഇല്ലല്ലേ ചേച്ചി? ഓക്കെ, അപ്പോൾ ഇത് ഇച്ചിരി നേരം ഒരു 30 മിനിറ്റ് ഇരിക്കണം. അപ്പോൾ അതിനുശേഷം നമുക്ക് വാഷ് ചെയ്തിട്ട് കാണാം. അപ്പോൾ കാഴ്ച നമ്മൾ ചൂച്ചിൻ്റെ മുടിമേൽ ആദ്യത്തെ സ്റ്റെപ്പ് കഴിഞ്ഞിരിക്കുകയാണ്. ആദ്യത്തെ സ്റ്റെപ്പ് കഴിഞ്ഞ് മുടി കഴുകി കഴിഞ്ഞപ്പോൾ ഈ അവസ്ഥയിലാണ് മുടി ഉള്ളത്. നമ്മൾ വിചാരിച്ചതിൻ്റെ അത്രയും വലിയ പ്രശ്നങ്ങളിലേക്കൊന്നും എത്തിയിട്ടില്ല. ഇല്ല ചേച്ചു? ബ്ലീച്ച് ഹെയറോ? ബ്ലീച്ച് ഹെയർ അതാണ് സാധനം. അതാ ഇതിങ്ങനെ കുറച്ചായി, ഇവിടെ കുറച്ച് ഇങ്ങനെയായി. ഇനി നമുക്ക് ഇതുമേൽ പച്ച, നീള, ചുവപ്പ്, വെളുപ്പ്, കറുപ്പ് എല്ലാ കളറും അടിക്കാം. ചിമ്പാൻസിക്കുട്ടിയുടെ കൂട്ടുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മുടെ അടുത്ത പരിപാടി കളർ അടിക്കലിലേക്ക് പോവുകയാണ്. ഇതാണ് കളർ. ആകെ മൊത്തം ഒരു പേടി. പ്രാർത്ഥിച്ചതോ അടിക്കണേ. ഇത് പിടിക്കാൻ വളരെ ഞാൻ ഇഷ്ടം പോലെ എടുക്കുന്നു. കഴിഞ്ഞില്ല. ഈ സൈഡ് നമുക്ക് കുറവാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ കളർ അടിച്ചിരിക്കുകയാണ്. നീല കളറാണ്. ഇതാ കണ്ടില്ലേ? നമുക്കൊരു 30 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കാം എങ്ങനെയുണ്ടെന്ന്. കുഴപ്പമില്ലായിരിക്കും. അപ്പോൾ നമ്മുടെ പരിപാടീസൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ചുച്ചുൻ്റെ മുടിയിൽ നല്ല രീതിയിൽ കളറായിട്ടുണ്ട്. ഇവിടെ നിൽപ്പുണ്ട്, ഞാൻ കാണിച്ചു തരാം കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ ഉദ്ദേശിച്ച ഒരു സാധനം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു സ്ഥലം വരെ പോകാനുണ്ടായിരുന്നു. അപ്പോൾ അത് പെട്ടെന്നൊന്ന് പോയിട്ട് വന്നു. അതുകൊണ്ട് അത് കഴിഞ്ഞപ്പോൾ തന്നെ എടുക്കാൻ പറ്റിയില്ല. പോട്ടിപ്പോൾ എത്തിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഞാൻ ആ കളർ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ കളർ. എങ്ങനെ ഉണ്ടാവും മുടി മൊത്തത്തിൽ? ഞങ്ങൾ അത്യാവശ്യം വിചാരിച്ച പോലെ തന്നെ ആയിട്ടുണ്ട്. അത്യാവശ്യം അല്ല, ഏകദേശം അല്ലേ ചോദിച്ചു? നല്ല രീതിയിൽ തന്നെ അതുപോലെ തന്നെ ആയിട്ടുണ്ട്. ഒന്ന് അല്ലാതെ ഒന്ന് പിടിച്ചാൽ നീ മുടി കെട്ടുന്ന പോലെ ഒന്ന് കെട്ടിക്കേ. അങ്ങനെ അതെ, ഇങ്ങനെ ഉണ്ടാവും ടോട്ടൽ ഫൈനൽ സാധനം. കുറച്ചുകൂടെ ഡാർക്ക് ബ്ലൂ ആണ് ഉദ്ദേശിച്ചത്, പക്ഷേ എങ്കിലും കുഴപ്പമില്ല. ഇതാ ഈ കാണുന്ന ഒന്ന് വെച്ചേ, ഈ കാണുന്നുണ്ടല്ലേ, ഇതാണ് നമ്മുടെ കളറ്. ഇതൊക്കെ മറ്റേ എന്താടി പറഞ്ഞതിന് ബ്ലീച്ച് ചെയ്യല്ലേ? ഇതൊക്കെ ബ്ലീച്ച് ചെയ്തപ്പോൾ കളർ മാറിയതാ. അത് പിന്നെ അതുപോലെ തന്നെ നിർത്തി, 2 കളർ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ. ഓക്കെ,
ഇഷ്ടപ്പെട്ടോ ഇല്ലയോ, കളർ ബോറാണോ അല്ലെങ്കിൽ പഴയതായിരുന്നോ നല്ലത് എന്നുള്ള കമന്റ് എല്ലാവരും കമന്റ് ബോക്സിൽ ഇട്ടേക്കണേ. ഓക്കെ, അപ്പോൾ എല്ലാവരും കേട്ടില്ലേ? ചൂച്ചുവിനെ പിന്നെ ഓൾറെഡി നല്ല രീതിയിൽ ചുരുണ്ടതായിരുന്നു. ഇപ്പോൾ ഇച്ചിരി ചുരുളിച്ചൊക്കെ കുറഞ്ഞിട്ടുണ്ട്. എണ്ണ തേച്ചില്ല എന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ പേളിമണിയുടെ ഹെയറിൻ്റെ കാര്യം പറഞ്ഞ പോലെ ഇങ്ങനെ നിൽക്കുന്നതാണ്. എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് കയറി നോക്കിയാൽ അറിയാം, പഴയ മുടി ഇതിനകത്ത്. പിന്നെ ഇപ്പോൾ കുറച്ച് മുടിയൊക്കെ പോയിട്ടുണ്ട് അല്ലേ ചുച്ചു? ഓക്കെ ഗൈസ്, ചുച്ചു അപ്പോൾ ഇത് കൊള്ളാവോ ഇല്ലയോ എന്ന് കമന്റ് ബോക്സിൽ അറിയിക്കണം. ഓക്കെ, ബൈ. ഗുഡ് നൈറ്റ്. അടുത്ത വീഡിയോയിൽ കാണാം.